എക്സാം കാപ്സ്യൂൾ. സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിന്റെ ഭാഗമായ ജനറൽ നോളജ് ആൻഡ് ടീച്ചിംഗ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന വിഭാഗത്തിലെ ചോദ്യങ്ങൾക്കായി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നു പറയഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കരിയർ വിദഗ്ധനുമായ ഫിറോസ് പെരിങ്ങളം. സെറ്റ് ജനറൽ പേപ്പറിന്റെ പാർട്ട് 1 ജനറൽ നോളജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്, സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ്, സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ്, ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നിങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഉള്ളത്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഐഡിയലിസവും നാച്ചുറലിസവും പ്രാഗ്മാറ്റിസവും ഹ്യൂമാനിസവും അതുപോലെ തന്നെ റിയലിസവും ബുദ്ധിസ്റ്റ് ജൈനിസ്റ്റ് ഫിലോസഫിയും 6th സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫിയും എല്ലാം സിലബസിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സാധാരണ നിങ്ങൾ BEdന് പഠിച്ച പുസ്തകം ഈ ഭാഗത്ത് ഏറെ ഉപകാരപ്രദമാവും. ആ ഭാഗങ്ങൾ നോക്കാവുന്നതാണ്. സോക്രട്ടീസ് മെത്തേഡ്, പ്ലാറ്റോയുടെ ഐഡിയലിസം ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അരിസ്റ്റോട്ടിലിന്റെ എംപിരിക്കൽ ലേണിംഗ് എന്ന് പറയുന്നത്, അതുപോലെ ജോൺ ലോക്കിന്റെ ടാബുലറസ എന്ന ആശയം, ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറയുന്നത്, അതൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അതുപോലെ റൂസോയുടെ നാച്ചുറലിസം ഇൻ എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റ്, അദ്ദേഹത്തിന്റെ എമിലി എന്ന പുസ്തകം, ജോൺ ഹെൻറി പെസ്റ്റലോസയുടെ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആശയം, അതുപോലെ കിൻഡർ ഗാർട്ടൻ, ഫ്രോബേലിന്റെ കിൻഡർ ഗാർട്ടൻ, ജോൺ ഡൂയുടെ പ്രാഗ്മാറ്റിസം ഇൻ എക്സ്പെരിമെന്റൽ എഡ്യൂക്കേഷൻ, മറിയ മോണ്ടിസോറിയുടെ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ, ഇറ്റലിക്കാരിയ മറിയ മോണ്ടിസോറി വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, റുഡോൾഫ് സ്റ്റൈനർ അമേരിക്കയിൽ നടപ്പിലാക്കിയ പ്രോഗ്രാം, പൗലോ ഫ്രെയറുടെ ദ പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ്, അപ്പോൾ അത്തരം ആശയങ്ങൾ, വൈഗോൾസ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ZPD, ഇവയെല്ലാം ഈ ഭാഗത്ത് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് കഴിഞ്ഞ 13 വർഷമായിട്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ് ഗാന്ധിജിയുടെയും ടാഗോറിന്റെയും വിവേകാനന്ദന്റെയും എല്ലാം പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ വ്യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ തന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ്. സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസിൽ ഏറ്റവും പ്രധാനം സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ സ്ട്രക്ചറലിസവും എംപിരിസിസവും ഫങ്ഷണലിസവും ബിഹേവിയറിസവും, ജസ്റ്റാൾഡ് സൈക്കോളജി, കൊഗ്നിറ്റിവിസം, സോഷ്യൽ ലേണിംഗ് തിയറീസ്, സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡ്, ഹോർമിക് സൈക്കോളജി, അതുപോലെ ഇൻഡിവിജ്വൽ സൈക്കോളജി ആൽഫ്രഡ് ആഡ്ലർ, ഈ ഭാഗങ്ങളൊക്കെ സിലബസിലുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ലാസ്റ്റ് 18 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം ഇവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. BEdന് പഠിച്ച നോട്ട് കൈവശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ BEdന് പഠിച്ച മെറ്റീരിയൽ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. അതുപോലെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ കറണ്ട് ആയിട്ടുള്ള ഭാഗങ്ങളും ഇതിൽ ചോദിക്കാറുണ്ട്. ഉദാഹരണം NPE, അതുപോലെ BPEGL, IEDSSS, MHRD, UGC, NCTE, റൂസ, SSA, RTE, DPEP, അതുപോലെ സാക്ഷർ ഭാരത് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇതെല്ലാം ഈ ഭാഗത്തു നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ 2009 പാസ്സാക്കി 2010 ഏപ്രിൽ 1 നിലവിൽ വന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ RTE ആക്ട്, ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കി വെക്കണം. നമ്മൾ പറയുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് ഏകദേശം 10ഓളം ചോദ്യങ്ങൾ മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ട ഒരു ടേമാണ് NPEGL എന്ന് പറയുന്ന കൺസെപ്റ്റ്, നാഷണൽ പ്രോഗ്രാംസ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്. ഇങ്ങനെയുള്ള ആശയങ്ങളും ചോദിക്കാറുണ്ട്. 94 നിലവിൽ വന്ന DPEP, 2001 നിലവിൽ വന്ന SSA, 2009 RTE, RMSA 2009 വന്ന, അതുപോലെ തന്നെ റൂസ 2013 കൺസെപ്റ്റ്. ഇതെല്ലാം നിങ്ങൾ ഒന്ന് നോക്കി വെക്കുന്നത് ഈ ഭാഗത്ത് ഉപകാരപ്രദമാവും, ഈ ഭാഗം കവർ ചെയ്യാൻ. സെറ്റ് പരീക്ഷയിലെ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന വിഭാഗത്തിലെ ചോദ്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് വിവരിച്ചത് ഫിറോസ് പെരിങ്ങളം. ഈ പരീക്ഷയുടെ ടീച്ചിംഗ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന വിഭാഗത്തിലെ ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.